ന്യൂസ് 18 ഓട്ടോയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടാറ്റ മോട്ടോഴ്സിന്റെ മറ്റൊരു നാഷണൽ മീഡിയ ഡ്രൈവ് ആണ് ഇന്നുള്ളത്. ടാറ്റ മോട്ടോഴ്സിന്റെ ഏറ്റവും പുതിയതും അഞ്ചാമത്തതുമായ ഇലക്ട്രിക് വാഹനം കർവിനൊപ്പമാണ് ഇന്ന് ഞാനുള്ളത്. രാജസ്ഥാനിലെ ഉദയ്പൂരിലെ ആരാവല്ലി ഹിൽസ് എന്ന് പറയുന്ന സ്ഥലത്ത് കുറേ പർവ്വത നിരകളുടെ ഇടയിലൂടെ യാത്ര ചെയ്ത് അതിൻ്റെ ഒരു ടോപ്പിൽ എത്തിയിരിക്കുകയാണ്. എൻ്റെ ലൈഫിൽ ഇത്രയും വലിയ ഒരു കുന്ന് ഒരു ഇലക്ട്രിക് വാഹനവുമായിട്ട് കയറുന്നത് ആദ്യമാണ്. വാഹനത്തിൽ എന്തായാലും ഹിൽ ഹോൾഡ് അസിസ്റ്റും ഹിൽ ഡിസൈൻ കൺട്രോളും ഒക്കെ തന്നെയുണ്ട്. ആ ഒരു കോൺഫിഡൻസിലൊക്കെ തന്നെയാണ് ഈ ഇലക്ട്രിക് വാഹനവുമായിട്ട് ഇത്രയും ഉയരത്തിലേക്ക് കയറിയിരിക്കുന്നത്. എന്തായാലും കർവിന് ധാരാളം വിശേഷങ്ങളുണ്ട്. അവർ ഇന്നുവരെ ഇറക്കിയതിലേക്കും ഏറ്റവും പ്രീമിയം സെഗ്മെന്റ് ആണ് curve.ev. വാഹനത്തിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടാറ്റ മോട്ടോഴ്സിൽ നിന്ന് ആദ്യം എത്തിയ ഇലക്ട്രിക് വാഹനമാണ് നെക്സോൺ ആണ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും സൂപ്പർ ഹിറ്റ് ഇലക്ട്രിക് SUV എന്ന് തീർച്ചയായിട്ടും പറയാം. ധാരാളം ജനങ്ങൾ 5 ലക്ഷത്തിലേറെ നെക്സോൺ EV കസ്റ്റമേഴ്സ് ആണ് ഇന്ന് നിലവിലുള്ളത്. curve.ev പ്ലേസ് ചെയ്തിരിക്കുന്നത് നെക്സോൺ.evക്ക് മുകളിലായിട്ടാണ്. അപ്പം ഈ വാഹനത്തിന്റെ ഇപ്പൊ ഇൻട്രൊഡക്ടറി പ്രൈസ് എന്ന് പറഞ്ഞാൽ 17,49,000 രൂപ മുതൽ 21,99,000 രൂപയാണ്. ഇത് ഇൻട്രൊഡക്ടറി പ്രൈസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വാഹനത്തിന്റെ വില ഇനിയും കൂടും എന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കാം. curve.evയുടെ ബുക്കിംഗ് ഓഗസ്റ്റ് 12 തുടങ്ങുകയാണ്. 17,49,000 രൂപ മുതൽ 21,99,000 രൂപ വരെയാണ് curve.evയുടെ വില. ഈ വാഹനത്തെ പ്ലേസ് ചെയ്തിരിക്കുന്നത് നെക്സോണിന് തൊട്ട് മുകളിലായിട്ടാണെന്ന് ഞാൻ പറഞ്ഞു. നെക്സോണിൽ ഇല്ലാത്ത ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനകത്തേക്കുണ്ട്. അഡാസ് ലെവൽ 2 സൗകര്യങ്ങളൊക്കെ തന്നെയും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ടാറ്റ.ev ആർക്കിടെക്ചറിലാണ് ഈ വാഹനം എത്തിയിരിക്കുന്നത്. ആദ്യം അത് എത്തിയിരിക്കുന്നത് punch.evയിലായിരുന്നു. ടാറ്റ.ev ആർക്കിടെക്ചറിൽ എത്തുന്ന രണ്ടാമത്തെ വാഹനമാണ് കർവ്. 5 നിറങ്ങളിലും 3 പെർസോണകളിലുമാണ് curve.ev എത്തുന്നത്. ഇതിന്റെ പ്രാരംഭ വിലയാണ് 17,49,000 രൂപ. ഇതിന്റെ ഏറ്റവും ഉയർന്ന വേരിയന്റിന് വില 21,99,000 രൂപയാണ്. ഇതെല്ലാം എക്സ് ഷോറൂം പ്രൈസുമാണ്. കർവിന്റെ ലോഞ്ചിൽ ടാറ്റ ഒഫീഷ്യൽസ് മറ്റൊരു പ്രഖ്യാപനം കൂടി നടത്തി. ഇതുവരെ ടാറ്റ മോട്ടോഴ്സിൽ നിന്നും 5 ഇലക്ട്രിക് വാഹനങ്ങളാണ് വിപണിയിൽ നിലവിലുള്ളത്. അപ്പോൾ ഇനി മുതൽ ടാറ്റ EVകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള ഒരു ആക്സസറീസ് കിറ്റും ലഭ്യമാണ്. ടാറ്റ.ev ഒറിജിനൽസ് എന്നാണ് അതിന് പറയുന്നത്. 2 വ്യത്യസ്ത ബാറ്ററി പാക്കിലാണ് curve.ev എത്തുന്നത്. സെഗ്മെന്റിലെ ഏറ്റവും വലിയ ബാറ്ററി എന്ന് തന്നെ പറയാം. 55 കിലോവാട്ട് അവറിലുള്ള ബാറ്ററി വാഗ്ദാനം ചെയ്യുന്ന റേഞ്ച് എന്ന് പറഞ്ഞാൽ 585 കിലോമീറ്റർ ആണ്. ഇത് ARAI സർട്ടിഫൈഡ് റേഞ്ച് ആണ്. റിയൽ ലൈഫിൽ നമുക്കൊരു 400-425 കിലോമീറ്റർ വരെ പ്രതീക്ഷിക്കാം. രണ്ടാമത്തെ ബാറ്ററി 45 കിലോവാട്ട് അവറിലുള്ളതാണ്. ഇതിന്റെ റേഞ്ച് 502 കിലോമീറ്റർ ആണ്. വിവിധ തരത്തിലുള്ള ചാർജിംഗ് ഓപ്ഷൻ curve.ev 70 കിലോവാട്ട് ചാർജർ കൊണ്ട് 10% മുതൽ 80% വരെ ചാർജ് ചെയ്യാൻ 40 മിനിറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. വെറും 15 മിനിറ്റ് ചാർജ് ചെയ്താൽ 150 കിലോമീറ്റർ റേഞ്ച് വരെ ലഭിക്കും എന്നുള്ളതും വലിയൊരു കാര്യമായിട്ട് തന്നെ നമുക്ക്, അതായത് റേഞ്ച് ആൻസൈറ്റി ഉള്ള ഓരോ കസ്റ്റമറെയും സന്തോഷിപ്പിക്കുന്ന വലിയ കാര്യങ്ങളാണ് ഇവ രണ്ടും. curve.evയിൽ വെഹിക്കിൾ ടു വെഹിക്കിൾ ചാർജിംഗ് ഉണ്ട്. അതുപോലെ തന്നെ വെഹിക്കിൾ ടു ലോഡ് ചാർജിംഗും ഉണ്ട്. വെഹിക്കിൾ ടു ലോഡ് ചാർജിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനത്തിലെ ചാർജിംഗ് സോക്കറ്റിൽ നിന്നും നമുക്ക് മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ വെഹിക്കിൾ ടു വെഹിക്കിൾ ചാർജിംഗ് എന്ന് പറഞ്ഞാൽ മറ്റൊരു EV വാഹനത്തെ ചാർജ് നൽകി ഹെൽപ്പ് ചെയ്യാനും curve.evയിൽ അതിനുള്ള പ്രൊവിഷനും ഉണ്ട്. 123 കിലോവാട്ടിലുള്ള ലിക്വിഡ് കൂൾഡ് മോട്ടറാണ് ഈ വാഹനത്തിലേക്ക് വന്നിരിക്കുന്നത്. ഇതിന്റെ ഉയർന്ന സ്പീഡ് 160 കിലോമീറ്റർ ആണ്. അതുപോലെ തന്നെ 0 നിന്ന് 100 കിലോമീറ്ററിലേക്ക് ഈ വാഹനം എത്താൻ എടുക്കുന്ന സമയം 8.6 സെക്കൻഡ് മാത്രമാണ്. കണ്ടുമടുത്ത മിഡ് SUV സെഗ്മെന്റിലെ വാഹനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രൂപഭംഗിയിലാണ് curve.ev എത്തുന്നത്. SUVയുടെ ബോൾഡ് സ്റ്റാൻസും അതുപോലെ തന്നെ ഒരു കൂപ്പേ ഡിസൈനിന്റെ സൗന്ദര്യവും ഇടകലർന്നതാണ് curve.ev എന്ന് പറയാം. ഇതിലെ ശരിക്കും പ്രാക്ടിക്കൽ
കാര്യങ്ങൾക്കും അതുപോലെ തന്നെ എലഗൻസിനും ഒക്കെ തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് കർഡോ TV ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മുൻഭാഗത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ലീക്ക് ആയിട്ടുള്ള DRLs ആണ്. ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പുകളാണ് നൽകിയിരിക്കുന്നത്. എല്ലാ ലൈറ്റുകളും LED ആണ്. അതുപോലെ തന്നെ വെൽക്കം ഫംഗ്ഷനും ഗുഡ് ബൈ ഫംഗ്ഷനും ഒക്കെ തന്നെ വരുന്നുണ്ട്. എയറോഡൈനാമിക്സിന് ഒരുപാട് പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരുപാട് എയർ വെന്റുകളൊക്കെ തന്നെയും ഇവിടെയായിട്ട് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചാർജിങ് സോക്കറ്റ് മുൻഭാഗത്തായിട്ട് തന്നെയാണ് വരുന്നത്. നമുക്ക് വാഹനത്തിന്റെ ഉള്ളിൽ ഇരുന്ന് തന്നെ ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ ഈവൻ നമ്മളത് ക്ലോസ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ വാഹനം ഓൺ ആവുന്ന ആ സാഹചര്യത്തിൽ തന്നെ ഇതിന്റെ ലിഡ് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവുകയും ചെയ്യും. മിക്ക EV വാഹനങ്ങളുടെയും മുൻഭാഗത്തായിട്ടും നമുക്കിപ്പോൾ ഒരു സ്റ്റോറേജ് സ്പേസ് ലഭ്യമാണ്. കർഡോ TVയുടെ മുന്നിലായിട്ടും ഒരു സ്പേസ് ഉണ്ട്. അതായത് അവർ ഫ്രങ്ക് എന്നാണ് പറയുന്നത്. 11.6 ലിറ്റർ സ്റ്റോറേജ് സ്പേസ് ആണ് ഇവിടെയായിട്ടുള്ളത്. അപ്പം തീർച്ചയായിട്ടും നമുക്ക് ഇതിന്റെ ചാർജിങ് സോക്കറ്റുകളോ മറ്റു കാര്യങ്ങളൊക്കെ തന്നെയും ഇവിടെയായിട്ട് പ്ലേസ് ചെയ്യാം. പിന്നീട് പറയാനുള്ളത് ഇതിന്റെ സൈഡ് പ്രൊഫൈലാണ്. സൈഡ് പ്രൊഫൈലിൽ ഒരു രക്ഷയുമില്ലാത്ത ഒരു ബോൾഡ് ലുക്കാണ് കർഡോ TVക്ക് എത്തിയിരിക്കുന്നത്. സ്ക്വയർഡ് വീലാർച്ച് വന്നിരിക്കുന്നു. 18 ഇഞ്ച് വലിപ്പത്തിലുള്ള അലോയ് വീൽ വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് എയറോഡൈനാമിക്സിന് പ്രാധാന്യം നൽകാൻ വേണ്ടി എയറോ ഇൻസർട്ടുകൾ നൽകിയിട്ടുണ്ട്. ഇത് ശരിക്കും ബാറ്ററി കൂളിങ്ങിനും മോട്ടോർ കൂളിങ്ങിനും ഒക്കെ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ്. ഇതിന്റെ ORVM ബ്ലാക്ക് കളറുകളിലേക്ക് വന്നിരിക്കുന്നു. EV എന്ന് പറയുന്ന ബാഡ്ജിങ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്മാർട്ട് ഫ്ലഷ് ഹാൻഡിൽസ് ആണ് ഈ വാഹനത്തിലേക്ക് വന്നിരിക്കുന്നത്. അപ്പം ഡോറുകളുടെ ഉള്ളിലേക്ക് തന്നെ അത് മെർജ് ചെയ്തിരിക്കുകയാണ്. മറ്റൊന്ന് പറയാനുള്ളത് ഈ സൈഡ് പ്രൊഫൈലിലാണ് നമ്മൾ ഈ കൂപ്പി ഡിസൈൻ ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതും. അതായത് റൂഫ് ലൈൻ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ബാക്കിലെ റിയറിലേക്ക് ഇങ്ങനെ ഒഴുകിപ്പോകുന്ന രീതിയിലുള്ള സ്വഭാവത്തിലാണ് കർഡോ EV എത്തുന്നതെന്ന് ഞാൻ പറഞ്ഞു. സൈഡ് പ്രൊഫൈലിലെ പല എലിമെന്റ്സും താഴേക്ക് നമ്മൾ നോക്കുമ്പോൾ SUVയുടെ കരുത്ത്, വലിയ വീലാർച്ച്, വലിയ വീൽ അലോയ് വീൽ ഒക്കെ തന്നെ വരുമ്പോൾ മോഡിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു കൂപ്പേ സ്റ്റൈലിന്റെ അതായത് റൂഫ് ലൈനിന്റെ ഈ ഒരു ഭംഗിയും എത്തുന്നു. എന്തായാലും കർവിന്റെ രൂപഭംഗി തീർച്ചയായിട്ടും നമ്മളെ എല്ലാം ഇംപ്രസ് ചെയ്യുന്ന ഒന്നാണ്. 2 ബാറ്ററി പാക്കിൽ എത്തുന്ന 2 വാഹനങ്ങളുടെയും ഗ്രൗണ്ട് ക്ലിയറൻസും വ്യത്യസ്തമാണ്. ഉയർന്ന ബാറ്ററി പാക്കിലുള്ള അതായത് 55 kWh ബാറ്ററിയുടെ ഉള്ള വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ 186 mm ആണ്. 45 kWh ബാറ്ററി വഹിക്കുന്ന വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് 190 mm ആണ്. ഷാർപ്പിൻ ആന്റിന വന്നിട്ടുണ്ട്. കൂപ്പേ സ്റ്റൈലിന്റെ മനോഹാരിത റിയറിലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ നമുക്ക്, അതായത് റിയർ ഡോറിന്റെ ലിപ്പ് വരെയും ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് തൊടുന്ന രീതിയിൽ തന്നെ ആ കൂപ്പേ ഡിസൈൻ ഇങ്ങനെ വന്നിരിക്കുന്നു. ടാറ്റയുടെ ലോഗോ ഇവിടെയായിട്ട് ഉണ്ട്. ക്യാമറ ഇവിടെയായിട്ട് വന്നിരിക്കുന്നു. കർഡോ TV എന്ന് പറയുന്ന ബാഡ്ജിങ് വന്നിരിക്കുന്നു. മനോഹരമായിട്ടുള്ള സ്ലീക്ക് ആയിട്ടുള്ള മുന്നിലത്തെ പോലെ തന്നെ റിയർ DRLസും ഇവിടെയായിട്ട് കാണാം. ഒരുപാട് രീതിയിൽ നമുക്ക് കർവിന്റെ ബൂട്ട് സ്പേസ് ഓപ്പൺ ചെയ്യാൻ പറ്റും. കീകൾ കയ്യിലുണ്ടെങ്കിൽ കാലുകളുടെ ജസ്റ്റ് ഒരു ജസ്റ്റർ കൊണ്ട് നമുക്ക് ഇതിന്റെ ബൂട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇത് ഏറ്റവും അധികം ഉപകാരപ്പെടുന്നത് 2 കൈകളിലും നമുക്ക് ലഗേജ് ഉള്ളപ്പോഴും ഷോപ്പിങ്ങിന് പോകുമ്പോഴും ഒക്കെ തന്നെയാണ്. മറ്റൊരു പ്രത്യേകത സെഗ്മെന്റിലെ ഏറ്റവും വലിയ, അതായത് SUV കൂപ്പേ സെഗ്മെന്റിലെ ഏറ്റവും വലിയ ബൂട്ട് സ്പേസ് ആണ്. 500 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ്. അതോടൊപ്പം തന്നെ 60-40 സ്പ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. ബൂട്ട് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. JBLന്റെ സ്പീക്കേഴ്സ് ആണ് ഈ വാഹനത്തിലേക്ക് വന്നിരിക്കുന്നത്. അപ്പം ഇവിടെയായിട്ടും സ്പീക്കേഴ്സ് ഒക്കെ തന്നെ കാണാം. എന്തായാലും വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് എന്ന് പറയുന്നു. ഇനി നമുക്ക് ഇന്റീരിയർ വിശേഷങ്ങളിലേക്ക് പോകാം. പ്രീമിയം ലക്ഷറി വാഹനങ്ങളിൽ കാണുന്ന എല്ലാ എലിമെന്റ്സും കർഡോ EVയിൽ എത്തിയിട്ടുണ്ട്. ഈ വാഹനത്തിന്റെ ഡ്രൈവിംഗ് സീറ്റ് നമുക്ക് 6 രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. മുന്നിലത്തെ 2 സീറ്റുകളും വെന്റിലേറ്റഡ് ആണ്. അതുപോലെ തന്നെ JBLന്റെ സൗണ്ട് സിസ്റ്റം ആണ് ഇതിനകത്തേക്ക് വന്നിരിക്കുന്നത്. ഒരു രക്ഷയുമില്ലാത്ത മ്യൂസിക് ക്വാളിറ്റി ആണ് ഇതിനകത്തേക്ക് വന്നിരിക്കുന്നത്. ഇന്റീരിയർ തീം എന്ന് പറഞ്ഞാൽ ബ്ലാക്കും ബേജും ഇടകലർന്നതിലാണ്. സീറ്റ് അപ്പോൾസ്ട്രി ആണെങ്കിലും ഡാഷ്ബോർഡ് ആണെങ്കിലും അപ്പ് പോർഷനും എല്ലാം അങ്ങനെ തന്നെ വന്നിരിക്കുന്നു. ഇവിടെ ക്രോമിന്റെ ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം യൂട്ടിലിറ്റി സ്പേസ് ഇവിടെ എല്ലാം ഉണ്ട്. 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് വന്നിരിക്കുന്നത്. പ്രീമിയം വാഹനത്തിന്റെ ഇന്റീരിയറിൽ കാണുന്ന എലിമെന്റ്സ് എല്ലാം തന്നെ കർഡോ EVയിലുണ്ട്. വളരെ ഗ്രാൻഡായിട്ടുള്ള ഒരു സെൻട്രൽ കൺസോൾ ആണ് ഇതിനകത്തേക്കുള്ളത്. ശരിക്കും വാഹനം ഓഫ് മോഡിലാകുമ്പോൾ ശരിക്കും ഇതിന് അവർ പറയുന്ന ഒരു പേരെന്ന് പറഞ്ഞാൽ ഗോസ്റ്റ് മോഡെന്നാണ്. ഇവിടെ ഒന്നും തന്നെ കാണത്തില്ല. പക്ഷെ നമ്മൾ വാഹനം ഓൺ ആക്കുമ്പോൾ എല്ലാം തന്നെയും തെളിഞ്ഞു വരും. അപ്പം ഇതിനകത്തേക്കുള്ള ചാർജിങ്ങിന്റെ ഐക്കൺ ഇവിടെയായിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഇവിടെയായിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് തന്നെ ജസ്റ്റ് നമുക്കൊരു ടച്ച് കൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ വർക്ക് ചെയ്യും. വളരെ സെൻസിറ്റീവായിട്ടുള്ള, വളരെ റെസ്പോൺസ് ചെയ്യുന്ന രീതിയിലാണ് ഇതെല്ലാം നമ്മളിതെല്ലാം പരീക്ഷിച്ചിട്ട് നോക്കി. അപ്പം പിന്നെ ഇതിനകത്തേക്ക് വയർലെസ് ചാർജിങ് സൗകര്യം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വാഹനത്തിലേക്ക് 3 ഡ്രൈവ് മോഡ് വന്നിട്ടുണ്ട്.
സിറ്റി, ഇക്കോ ആൻഡ് സ്പോർട്ട് മോഡ് ഉണ്ട്. ഓട്ടോ ഹോൾഡ് സംവിധാനം ഈ വാഹനത്തിലേക്ക് വന്നിട്ടുണ്ട്. വളരെ ക്യൂട്ടായിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. അതുപോലെ തന്നെ പനോരമിക് സൺറൂഫ് നൽകിയിട്ടുണ്ട്. വളരെ വലിയ ഒരു ഗ്ലൗ ബോക്സ് ആണ്, കൂൾഡ് ഗ്ലൗ ബോക്സ് ആണ് നൽകിയിരിക്കുന്നത്. ഇൻ ക്യാബിൻ എക്സ്പീരിയൻസിൽ ഒരുപാട് നമുക്ക് ഇഷ്ടമാവുന്ന ഒന്നാണ് ഇതിനകത്ത് JBL സൗണ്ട് സിസ്റ്റം. 8 രീതിയിൽ നമുക്ക് ഈ സൗണ്ട് സിസ്റ്റത്തെ അഡ്ജസ്റ്റ് ചെയ്യാം. JBL 8 മ്യൂസിക് മോഡുകളുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണോ വേണ്ടത് അതനുസരിച്ച് ചെയ്യാം. പിന്നെ ഒന്ന് പറയാനുള്ളത് ഇതിനകത്ത് ആംബിയൻ ലൈറ്റിംഗ് ആണ്. ആംബിയൻ ലൈറ്റിംഗ് ഇതുപോലെ തന്നെ കുറേ രീതിയിലുണ്ട്. നമുക്ക് ഇതിനകത്ത് ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട്. ആ ഗ്രാഫിക്സിൽ ഇപ്പം നേച്ചറിന്റെ കുറെ ഫീൽ ആണെങ്കിൽ അതേ തീമിൽ തന്നെ ആ ലൈറ്റും ഇത് ചെയ്യും. അപ്പോൾ ഡോർ പാനൽസിലെ ഡാഷ്ബോർഡിൽ സൺറൂഫിന്റെ സൈഡിൽ ഇവിടെയൊക്കെ തന്നെയും ആ ഒരു ആംബിയൻ ലൈറ്റിംഗ് വരുന്നുണ്ട്. വളരെ രസകരമായിട്ടുള്ള ഒരു ഇതാണ്. അതുപോലെ ഏറ്റവും പറയാനുള്ളത് വളരെ റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു ടച്ച് സ്ക്രീൻ ആണ്. പിന്നെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിന്റെ കാര്യമാണെങ്കിലും ഡ്രൈവർക്ക് വേണ്ട എല്ലാ ഇൻഫർമേഷനും തരുന്നു. ക്യാബിൻ എക്സ്പീരിയൻസിൽ പറയുമ്പോൾ മറ്റൊരു കാര്യം എടുത്തു പറയുന്നത് സൂപ്പർ സൈലന്റ് ആയിട്ടുള്ള ഒരു ക്യാബിനാണ്. NVH ലെവൽസ് മികച്ചതാണ്. അപ്പോൾ ഒരു EVയുടെ ഡ്രൈവിംഗ് സുഖവും ക്യാബിന്റെ എക്സ്പീരിയൻസും കൂടി രണ്ടും കൂടി കൂട്ടി ഇണക്കുമ്പോൾ ശരിക്കും കർവ് EVക്കൊപ്പമുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും ഇംപ്രസീവ് ആണെന്ന് പറയുന്നു. രണ്ടാം നിര വിശാലമാണ്. നല്ല ലെഗ് റൂം, നല്ല ഹെഡ് റൂം ഒക്കെ തന്നെയുണ്ട്. കപ്പ് ഹോൾഡർ ആയിട്ടും ഹാൻഡ് റെസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാവുന്ന പ്രൊവിഷൻ ഇവിടെയുണ്ട്. 3 പേർക്ക് വിശാലമായിട്ടിരിക്കാം. 2 പേർക്കുള്ള സ്ലൈഡിംഗ് ഹെഡ് റെസ്റ്റുകളാണ് നൽകിയിരിക്കുന്നത്. കർവ് ഡോട്ട് EVയുടെ ഉയർന്ന വേരിയന്റുകളിലെ റിയർ സീറ്റുകൾ 2 സ്റ്റെപ്പ് റിക്ലൈൻ ചെയ്യാൻ പറ്റും. 17.5 ലക്ഷം രൂപ മുതൽ 22 ലക്ഷം രൂപ വരെ വില വരുന്ന കർവ് ഡോട്ട് EVയിൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും, ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും അവർ ബ്രില്യൻ്റ് ആയിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മികച്ച എക്സ്റ്റീരിയർ ഭംഗി, ഇന്റീരിയർ ഭംഗിയാണെങ്കിലും ഒരു പ്രീമിയം ലുക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഇനി ടെക്നോളജി, ഏറ്റവും ആധുനികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്. 31.24 സെന്റിമീറ്റർ വലിപ്പത്തിലുള്ള ഹാർമന്റെ സിനിമാറ്റിക് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമാണ് കർവ് ഡോട്ട് EVയിൽ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ 26.03 സെന്റിമീറ്റർ വലിപ്പത്തിലുള്ള ഡിജിറ്റൽ ക്ലസ്റ്ററുമാണ്. 2 കാര്യങ്ങളിലും നമുക്ക് ഏറ്റവും പറയാനുള്ളത് വളരെ ക്ലാരിറ്റിയുള്ള, വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ക്ലസ്റ്റർ ആണെങ്കിലും ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണെങ്കിലും വന്നിരിക്കുന്നത്. നമുക്ക് ഇതിനകത്തേക്ക് ഇത് ശരിക്കും യൂസർ ഫ്രണ്ട്ലി ആണ്, റെസ്പോൺസീവ് ആണ്. മറ്റു ടാറ്റ വാഹനങ്ങളിൽ കാണുന്നതിനേക്കാൾ മികച്ച രീതിയിൽ തന്നെ വാഹനത്തിന്റെ ഓരോ എലിമെന്റിലേക്ക് നമ്മൾ പോകുമ്പോഴും വളരെ റെസ്പോൺസീവ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഡ്യുവൽ സോൺ AC ഇതിനകത്തേക്ക് വന്നിട്ടില്ല. വളരെ നല്ല കൂളിംഗ് ഉണ്ട്. മറ്റൊന്ന് പറയാനുള്ളത് ഇതിനകത്തേക്ക് ആർക്കേഡ് ഡോട്ട് EV എന്ന് പറയുന്ന ആപ്പ് വന്നിട്ടുണ്ട്. ഇപ്പോൾ അതിനകത്തേക്ക് ശരിക്കും 20-ലധികം ആപ്പുകളാണ് ഉള്ളത്. IRA.EV കണക്റ്റഡ് ആപ്പ്, കാർ ആപ്പ് ഇതിനകത്തേക്ക് നൽകിയിട്ടുണ്ട്. അതായത് ഇന്ത്യയിൽ എവിടെയൊക്കെ ചാർജിങ് സ്റ്റേഷൻസ് അവൈലബിൾ ആണ്, ഇനി നമ്മൾക്ക് എത്ര ദൂരം പോകാനുണ്ട്, ഇങ്ങനത്തെ എല്ലാ തരം അപ്ഡേറ്റ്സും ഈ IRA.EV ആപ്പിലൂടെ നമുക്ക് അറിയാൻ പറ്റും. അപ്പം ഒരു EV കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഉപകാരപ്പെടുന്ന ഒന്നാണ്. ശരിക്കും കറക്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ്, കൃത്യമായ വിവരങ്ങൾ നൽകുന്നുണ്ട്. നമ്മൾ ഈ ശരിക്കും ഞെട്ടിപ്പോയി. ഉദയ്പൂരിൽ ഒരുപാട് ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട് എന്നുള്ള അറിഞ്ഞതിലും വലിയ സന്തോഷം. എല്ലാവിധ കാര്യങ്ങളും നമുക്ക് ആ ആപ്പ് ഒരുപാട് യൂസ്ഫുൾ ആണ്. സേഫ്റ്റിക്ക് ഒരുപാട് പ്രാധാന്യം നൽകുന്നു കർവ് ഡോട്ട് EVയിൽ. അഡാസ് ലെവൽ 2 സൗകര്യങ്ങളാണ് ഇതിനകത്തേക്കുള്ളത്. 20 ഫീച്ചേഴ്സ് ആണ് ഇതിനകത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പം അത് ശരിക്കും നമുക്ക് ഈ സ്റ്റിയറിംഗിൽ തന്നെ നമുക്ക് ഏത് ഫീച്ചറാണ് വേണ്ടത്, ആ സെറ്റിംഗ്സ്, അതിനുള്ള ബട്ടൺസ് എല്ലാം ഇവിടെയായിട്ട് തന്നെയുണ്ട്. അപ്പം അഡാസ് ലെവൽ 2 സൗകര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഈ വാഹനം ഓടിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് ഓൾ വീൽ ഡിസ്ക് ബ്രേക്ക് വന്നിട്ടുണ്ട്, 6 എയർ ബാഗിൽ വന്നിട്ടുണ്ട്, ബ്രേക്ക് ഡിസ്ക് വൈപ്പിംഗ് വന്നിട്ടുണ്ട്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, IV ബാഗ് ടെക്നോളജിയോട് കൂടിയ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം വന്നിട്ടുണ്ട്, പാർക്കിംഗ് സെൻസേഴ്സ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഓട്ടോ ഹോൾഡ് ഫംഗ്ഷൻ സ്റ്റാൻഡേർഡ് ആയിട്ട് എല്ലാ വേരിയന്റുകളിലേക്കും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഗുണം ചെയ്ത ഒരു കാര്യമാണ് ഹിൽ ഹോൾഡ് അസിസ്റ്റും ഹിൽ ഡിസെന്റ് കൺട്രോളും ഈ വാഹനത്തിലേക്കുണ്ട്. നമ്മൾ അരാവലി കുന്നുകളുടെ ഏറ്റവും ഒരു മലയുടെ ഏറ്റവും മുകളിലേക്കാണ് കയറിയിരിക്കുന്നത്. അത്തരം മോഡുകളൊക്കെ ഓൺ ആക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ കോൺഫിഡൻസോടുകൂടി വണ്ടി ഓടിക്കാൻ പറ്റി. ഒരിക്കൽ പോലും റോളിംഗ് ബാക്ക് ഇതൊന്നും ഉണ്ടായിട്ടില്ല. ഭയങ്കര ഹെയർപിൻ വളവുകളൊക്കെയാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് തന്നെ ഇതിന്റെ ഏറ്റവും ടോപ്പിലായിട്ടാണ്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാനൊരു EV വാഹനം ഇത്രയും ഉയരത്തിലേക്ക് കൊണ്ടുപോകുന്നത് ആദ്യമായിട്ടാണ്. അപ്പൊ അതിനുള്ള ഒരു അവസരം കർവ് ഡോട്ട് EV യിലൂടെ ലഭിച്ചു എന്ന് തന്നെ പറയുന്നു. ഒരുപാട് ഹാപ്പിയാണ് അതിൽ.
ശരിക്കും ഇതിനകത്ത് എല്ലാ ഫംഗ്ഷൻസും എക്സ്പീരിയൻസ് ചെയ്ത് നോക്കി. JBLന്റെ സൗണ്ട് സിസ്റ്റം വളരെ മികച്ചതാണ്. അതുപോലെ തന്നെ IRA കണക്റ്റഡ് ആപ്പ്, അതുപോലെ തന്നെ മറ്റ് സജ്ജീകരണങ്ങൾ, വെന്റിലേറ്റഡ് സീറ്റുകൾ, പിന്നെ അതുപോലെ തന്നെ ഈ ഡ്രൈവിംഗ് കംഫർട്ട് നൽകുന്ന രീതിയിൽ അല്ലെങ്കിൽ സീറ്റിംഗ് കംഫർട്ട് നൽകുന്ന രീതിയിലുള്ള ഇതിന്റെ ഒരു സീറ്റുകൾ എല്ലാം തന്നെ മികച്ചതാണ്. അപ്പം റിയൽ ലൈഫിൽ 400 മുതൽ 425 വരെയുള്ള ഒരു റേഞ്ചാണ് പറയുന്നത്. ഇനി ഇപ്പോൾ നമുക്ക് തിരിച്ചു പോകേണ്ടതുണ്ട്. ഇനി ഒരു 417 റേഞ്ച് ഇവർ പറയുന്നുണ്ട്. അതായത് 93% ബാറ്ററിയാണ് ഇനി ബാക്കിയുള്ളത്. അപ്പോൾ ഒരുപാട് ദൂരത്തേക്ക് പോകാൻ പറ്റിയിട്ടില്ല. രാവിലെ കനത്ത മഴയായിരുന്നു. ബാറ്ററി ഫുൾ ചാർജിൽ എത്ര കിട്ടി എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല. എന്നാലും ഈ യാത്രയുടെ അവസാനം നമുക്കൊരു ഏകദേശ ധാരണയുണ്ടാകും. അപ്പം ഇത്രയൊക്കെയാണ് ഈ വാഹനത്തെ സംബന്ധിച്ചുള്ള വിശേഷങ്ങൾ. അപ്പം മറ്റൊരു വാഹനത്തിന് വിശേഷവുമായിട്ട് വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.